പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ സൃഷ്ടാവായ ദൈവം ഭൂമിയെയും സകല ചരാചരങ്ങളെയും അവിടുത്തെ വാക്കിനാൽ ഉളവാക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യുഗങ്ങളായി പാഴായിരുന്ന, ഇരുളിൽ മൂടിയിരുന്നതായ അവസ്ഥകളുടെ മേൽ, ശൂന്യത നിറഞ്ഞിരുന്ന അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം നടക്കുകയാണ്. പാഴ്വസ്തുവെന്ന എണ്ണിയ സാഹചര്യങ്ങളുടെ മേൽ, ഇരുള് നിറഞ്ഞതായ അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം നടന്നപ്പോൾ അവിടെ വെളിച്ചമുണ്ടാകുന്നു, പുതിയ സൃഷ്ടിപ്പുകൾ ഉണ്ടാകുകയാണ്. അത് ദൈവത്തിൻ്റെ ഒരു വാക്കിനാലാണ് അത് സംഭവിച്ചത്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഭാവിയുടെ മുൻപിൽ ചോദ്യചിഹ്നമായി കഴിയുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സൃഷ്ടാവാണ് അവിടുന്ന്. അവിടുത്തെ ഒരു വാക്കുമതി ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ ഇന്നത്തെ അവസ്ഥകൾ നിങ്ങൾ മാറും. 2025 ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരും പ്രയാസവും ദുഃഖങ്ങളും നെടുവീർപ്പുകളും നിറഞ്ഞതായിരിക്കാം. എന്നാൽ 2026 നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ആരംഭ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനു വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ, നിങ്ങൾക്ക് രൂപഭംഗി നൽകുവാൻ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയമുള്ളവരെ, ആര് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവോ അവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമെങ്കിൽ, ആത്മാവിൻ്റെ പരിവർത്തനത്തിനു വേണ്ടി, അവിടുത്തെ വാക്കിനാൽ ചിലത് സംഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുമെങ്കിൽ ചില പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഘു സന്ദേശത്തിൽ ഞാൻ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.